സിവിൽ സർവീസ് പരീക്ഷ ബാലികറാമലയോ? ഋഷിരാജ് സിംഗ് IPSുമായുള്ള അഭിമുഖം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ സിവിൽ സർവീസ് 2024 വർഷത്തെ ഫലപ്രഖ്യാപനം ഇന്നലെ നടന്നു. ഉത്തർപ്രദേശ് പ്രയാഗ്രാജ് സ്വദേശി ശക്തി ദുബൈക്കാണ് ഒന്നാം റാങ്ക്. 1009 പേർക്കാണ് ഇക്കുറി സിലക്ഷൻ. B. ശിവചന്ദ്രൻ, ആൽഫ്രഡ് തോമസ്, R. മോണിക്ക, P. പവിത്ര, മാളവിക G. നായർ, GP നന്ദന, സോണറ്റ് ജോസ് തുടങ്ങിയവരാണ് ആദ്യ 60 റാങ്കിനുള്ളിൽ ഇടം നേടിയ മലയാളികൾ. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എങ്ങനെ ചിട്ടയായി തയ്യാറെടുക്കാം എന്ന് ഋഷിരാജ് സിംഗ് IPS i2 ന്യൂസ് പ്രേക്ഷകരുമായി തൻ്റെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു. സർ, നമ്മുടെ ഈ സിവിൽ സർവീസ് അസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും ഒരു ധാരണ, ഇപ്പോൾ സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ IAS IPS കരസ്ഥമാക്കണമെങ്കിൽ ഡൽഹിയിലോ അല്ലെങ്കിൽ അതുപോലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇന്ന് സിവിൽ സർവീസ് കരസ്ഥമാക്കാൻ പറ്റൂ എന്നൊക്കെയുള്ളതാണ് ഒരു ധാരണ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും. ഇപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാനിലെ ഒരു വില്ലേജിൽ ജനിച്ചു വളർന്ന് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകുകയും IPSന്റെ ഉന്നത റാങ്കുകളും കരസ്ഥമാക്കിയ സാറിൻ്റെ ആ ഒരു അനുഭവം ഒന്ന് പറയാമോ? ഇപ്പോൾ കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ പാസ്സായത് ഒരു ഇപ്പോൾ ഒരു 40 വർഷമായി. 40 വർഷം മുമ്പ് അന്ന് പിന്നെ പരീക്ഷ അത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു അത്രയും ജാഗ്രതയില്ല. ആരും അതിന് ഒരു ഡൽഹിയിലും പോലെ ഇതിൻ്റെ തയ്യാറെടുപ്പ് എടുക്കാനുള്ള സെൻറ്റർ അന്ന് ഇല്ലായിരുന്നു. ആകെ ഉള്ളത് ഒരു റാവ് സ്റ്റഡി സർക്കിൾ പറഞ്ഞിട്ട് ഒരു നമ്മൾ ആരോ എഴുതി അയച്ചാൽ അവർ കുറേ കാര്യങ്ങൾ അവർ എഴുതി നോട്ട്സ് പോലെ അയക്കുകയായിരുന്നു. ആ കാലം അങ്ങനെ. അപ്പോൾ പിന്നെ ആർക്കും പഠിക്കാനില്ല. അപ്പം എല്ലാ ആളുകളും അവരുടെ സ്വന്തം കഴിവനുസരിച്ച് തന്നെ താൻ പഠിക്കുകയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സ്വന്തം പഠിച്ചിട്ട് ആർക്കും UPSC പരീക്ഷ പാസ്സാക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ 100ഓളം കാര്യങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ അവർ ഇപ്പോൾ 25 സിവിൽ സർവീസ് അക്കാഡമികൾ തയ്യാറെടുപ്പ് എടുക്കാനും വന്നിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ഇന്ത്യ രാജ്യത്തിൻ്റെ IAS പ്രിപ്പറേഷന് വേണ്ടി തലസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നു എന്ന കാര്യം നാട്ടുകാരെ അറിഞ്ഞിരിക്കണം. ഡൽഹിയിൽ നിന്നേക്കാൾ കൂടുതൽ IAS അക്കാഡമികൾ അത്രയും നല്ലതും അത്രയും നല്ലതില്ലെങ്കിലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ 2 കാര്യമുണ്ട്. സിവിൽ സർവീസ് പരീക്ഷയിൽ നമുക്ക് ഒരു 2 വർഷത്തിൻ്റെ തയ്യാറെടുപ്പ് വേണ്ടി വരും. അത് മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലെ. ആദ്യത്തെ പ്രാവശ്യം സെലക്ഷൻ കിട്ടണമെന്നില്ല. ഒരു 75% 80% ആളുകൾക്ക് ഇതിനകത്ത് സെലക്ഷൻ കിട്ടുന്നത് രണ്ടാമത്തെ തവണയാണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് ഞങ്ങളും അന്ന് ചെയ്തത് 2 വർഷം ഇതിനു വേണ്ടി മാത്രം ജീവിതത്തിൽ നമ്മൾ മാറ്റിവെക്കണം. പക്ഷെ അത് ചെയ്യുമ്പോൾ ഇതിൻ്റെ സിലബസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജനറൽ നോളേജിൽ ഇപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അന്ന് 2 ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. ജനറൽ നോളേജിൻ്റെ 2 സബ്ജക്റ്റും കൂടി. അത് നമുക്ക് ഏതേത് കാര്യങ്ങൾ ചിലപ്പോൾ പരീക്ഷകളിൽ ചിലപ്പോൾ അവർ ചോദിക്കാൻ പോകുന്നു. അത് അക്കാഡമിക്കാർക്ക് കാര്യങ്ങൾ നമുക്കേക്കാൾ നന്നായിട്ട് അറിയാം. അപ്പോൾ സ്വയമായിട്ട് നമ്മൾ ഒരു 2 വർഷം ഒരു പഠിക്കാതെ തീരുമാനമെടുക്കുകയാണെങ്കിലും ഇത് ഒരു സിവിൽ സർവീസിൻ്റെ ഏതോ ഒരു സിവിൽ സർവീസിലെ അഡ്മിഷൻ എടുത്തിട്ട് പഠിക്കാൻ നമുക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. അതിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. ഇതൊക്കെയാണ് ഇതിനെ സംബന്ധിച്ച കാര്യം. ഇപ്പം സാറിൻ്റെ ബുക്ക്, സാറ് എനിക്ക് തോന്നുന്നു എക്സൈസ് കമ്മീഷണർ ആയിരുന്ന സമയത്ത് മാതൃഭൂമി പബ്ലിക്കേഷൻസ് ആണ് തോന്നുന്നു സാറിൻ്റെ ആ ബുക്ക് ഇറങ്ങിയത്. ആ ബുക്കിൻ്റെ ടൈറ്റില് വളരെയേറെ ശ്രദ്ധേയമായിരുന്നു, വൈകും മുമ്പേ. അന്നേരം ആ ബുക്കിന് കൊടുത്ത ടൈറ്റിൽ പോലെ തന്നെ വൈകും മുമ്പേ, അതായത് ഒരു സിവിൽ സർവീസ് അസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകും മുമ്പേ എന്നുള്ള ഒരു വലിയൊരു സന്ദേശം തന്നെ ആ ടൈറ്റിലുണ്ട്. അത്തരത്തിൽ സാറിന് ഒരു അസ്പിരൻസിനോട് പറയാനുള്ള ഒരു സന്ദേശം എന്താണ്? ആക്ച്വലി ആ ബുക്ക് സിവിൽ സർവീസ് തയ്യാറെടുപ്പിന് വേണ്ടിയല്ല എഴുതിയത്. അത് ലഹരി വസ്തുക്കൾ കുട്ടികൾ ഉപയോഗിച്ചിരിക്കുന്നു അവർക്ക് സംബന്ധിച്ചാണ്. അപ്പോൾ ബുക്കിൽ ടൈറ്റിൽ വെക്കാനുള്ള കാരണം നമ്മൾ ഇതിൻ്റെ ലഹരി വസ്തു ഉപയോഗത്തിൻ്റെ 5-6 സ്റ്റേജുകളുണ്ട്.
ഒന്നാമത്തെ സ്റ്റേജിൽ കുട്ടി അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ട് കഴിച്ചു പോകുന്നു. രണ്ടാമത്തെ സ്റ്റേജ് കുട്ടിക്ക് ആ സാധനം ലഹരി വസ്തുവിൻ്റെ ഏത് സാധനം, ഇത് പുകയില സാധനമായാലും ലഹരി വസ്തുവായാലും, പുകയില സാധനമൊക്കെ ആണെങ്കിൽ പാൻ പരാഗ്, പാൻ മസാല, ജൽദ, കുട്ടിക്ക, ഖനി, ഹാൻസ് പല സാധനങ്ങൾ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ഇത് ലഹരി വസ്തുക്കൾ വേറെ, അത് കഞ്ചാവ്, ഈ നമ്മുടെ ഹഷീഷ്, കോക്കിങ്ങനെ ഇങ്ങനെ. അപ്പോൾ കുട്ടികൾ അത് അറിയാതെ കൊണ്ട് അത് കഴിച്ചു പോകുന്നു. അത് ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമത് കുട്ടിക്ക് അത് ഇഷ്ടപ്പെടുന്നു. മൂന്നാമത്തെ സ്റ്റേജ് എല്ലാ ദിവസം വേണം. നാലാമത്തെ സ്റ്റേജ് കിട്ടിയില്ലെങ്കിൽ കുട്ടി വെപ്രാളം കാണിക്കുന്നു. അഞ്ചാമത്തെ സ്റ്റേജിൽ കുട്ടി അതിന് അഡിക്റ്റായി പോയി. അപ്പോൾ വൈകും മുമ്പേ അർത്ഥം അമ്മ അച്ഛന്മാരോ ഇല്ലെങ്കിൽ ടീച്ചർ കുട്ടിയുടെ ഇത് അഥവാ അവർ കഴിച്ച് ഒന്നാമത്തെ ഇല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിൽ അത് എത്തിക്കണം. ആ കുട്ടി എന്തോ ഒരു കുഴപ്പത്തിൽ ചാടിയിട്ടുണ്ട്, അത് മനസ്സിലാക്കി, അതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി പിന്നെ കുട്ടിയെ നന്നാക്കാൻ വേണ്ടി കൗൺസിലറോ ഇല്ലെങ്കിൽ സൈക്കട്രിസ്റ്റോ ഇല്ലെങ്കിൽ DIDC സെൻറ്ററിൽ കൊണ്ടുപോയി ഈ ലഹരി വസ്തുക്കളിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അതായിരുന്നു ഈ ബുക്കിൻ്റെ ടൈറ്റിലിൻ്റെ കാര്യം. സിവിൽ സർവീസിൻ്റെ പരീക്ഷ എപ്പോൾ തുടങ്ങുക അത് ചോദിച്ചാൽ ആദ്യത്തെ ഇത് ബേസിക് ക്വാളിഫിക്കേഷൻ്റെ ഡിഗ്രിയാണ്. പക്ഷേ ഡിഗ്രി അങ്ങനെ പറഞ്ഞാണെങ്കിലും ഓരോ കാര്യം നമ്മൾ ഓർക്കണം. അവിടെ ഓരോ വർഷത്തിൽ ഈ പരീക്ഷ എഴുതുന്നത് ഇപ്പോൾ ഇതിൻ്റെ സംഖ്യ കൂടി വരികയാണ്. ഇപ്പോൾ 20 ലക്ഷം വരെ ആയിക്കഴിഞ്ഞു. 20 ലക്ഷം ആളുകളും ഫോറമാണ് ഫില്ല് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അവസാനത്തെ 15 ലക്ഷമാണ് ഇതിനകത്ത് അപ്പീർ ചെയ്യുന്നത്. അത് എല്ലാ വർഷവും അങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് UPSCൻ്റെ സിസ്റ്റം വളരെ ക്ലിയറാണ്. എല്ലാ വർഷവും ഈ പരീക്ഷ ഉണ്ടാവുന്നു. മാർച്ച് മാസത്തിൽ ഫോറം ഫില്ല് ചെയ്യുന്നു. 12 പരീക്ഷകളുണ്ട്. 2 പരീക്ഷ മെയ് മാസത്തിൽ നടക്കുന്നു, അതായത് പ്രിലിംസിൻ്റെ പരീക്ഷ. പിന്നെ അതിൽ പാസ്സായവർ 9 റിട്ടൺ പരീക്ഷകളുണ്ടാവും. റിട്ടൺ പരീക്ഷ പാസ്സായ ശേഷം പിന്നെ അവസാനത്തെ ഇൻ്റർവ്യൂ ഉണ്ടാവും. സോ ടോട്ടൽ ദർ ആർ 12 എക്സാംസ്. അത് ഇങ്ങനെ 6 മാസത്തിൽ ഈ പരീക്ഷകളെല്ലാം 3 പരീക്ഷ അവർക്ക് പൂർത്തിയാക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ആണെങ്കിൽ നമ്മുടെ ഒരു ഡിഗ്രിക്ക് വേണ്ടി എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ട് ശേഷം ഒന്ന് പരീക്ഷ എഴുതുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ പക്വത കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾ ഡിഗ്രി ചെയ്യുകയാണെങ്കിലും നിങ്ങൾ മത്സരിക്കാൻ പോകുന്ന ആളുകൾക്ക് നല്ല ഡിഗ്രികളൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ PhD ഒക്കെ എടുത്തവരാണ്. ആ കാര്യം നമുക്ക് ഓർമ്മ വേണം. ഇപ്പം സാറ് ലഹരിക്ക് അടിമയായ കുട്ടികളെ ഉദ്ദേശിച്ചാണ് വൈകും മുമ്പേ എന്ന പുസ്തകം എഴുതിയതെങ്കിലും ഈ സിവിൽ സർവീസ് അസ്പിരൻ്റെ കാര്യത്തിലും സാറ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൈകും മുമ്പേ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ഈ സിവിൽ സർവീസ് എന്ന സ്വപ്നം പലർക്കും ഉണ്ടാകുന്നത് തന്നെ ഡിഗ്രിക്ക് ശേഷമാണ്, അല്ലെങ്കിൽ PGക്ക് ശേഷമാണ്. വളരെ വൈകി വർഷങ്ങളോളം കഴിഞ്ഞ് പല ജോലിക്ക് അറ്റംപ്റ്റ് ചെയ്ത് കിട്ടിയില്ല. എന്നാൽ കുറച്ചു കാലം ഇതൊന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ അവസാന നിമിഷങ്ങളിൽ ആയിരിക്കും പലരും ട്രൈ ചെയ്യുന്നത്. ലാസ്റ്റ് ഡിസ്കർട്ടഡ് ആകുന്നു. അന്നേരം ഇതിൻ്റെ ഒരു ഐഡിയൽ ടൈം വൈകും മുമ്പേ, അതായത് ഒരു ഐഡിയലി ഒരു ഏത് ലെവലിൽ, ഒരു ഏത് ഏജിൽ, അല്ലെങ്കിൽ ഒരു എത്രാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തൊട്ട് നമ്മൾ ഇത്തരം ഒരു പ്രിപ്പറേഷൻ ആരംഭിക്കണം? പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷനിൻ്റെ നമ്മളൊക്കെ ചെയ്തത് എങ്ങനെയാണ്? പോസ്റ്റ് ഗ്രാജുവേഷൻ ഹിസ്റ്ററിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഒരു അഡ്മിഷൻ എടുത്തു. പിന്നെ UPSCൻ്റെ പരീക്ഷ ആ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്തു. ഞാൻ ഹിസ്റ്ററിക്ക് വേണ്ടി എനിക്ക് UPSCയിൽ ഞാൻ ഒരു സെപ്പറേറ്റായിട്ട് പഠിക്കാനുള്ള ആവശ്യം എനിക്ക് ഉണ്ടായില്ല. ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡുണ്ട്. ഇപ്പോൾ സ്വന്തം ഡിഗ്രി പഠിച്ച അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ച സബ്ജക്റ്റ് അല്ല ഇപ്പോൾ UPSCയിലെ കുട്ടികളെ എടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു ട്രെൻഡായിപ്പോയി. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി ചെയ്തിട്ട് ശേഷം പിന്നെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് ഇഷ്ടം ആ സബ്ജക്റ്റ് എടുക്കുക. അതിന് ഒരു തയ്യാറെടുപ്പ്, ഒരു വർഷമെങ്കിലും അതിന് തയ്യാറെടുപ്പിന് വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ശേഷം ഇത് പരീക്ഷയ്ക്ക് വേണ്ടി പോയാൽ ആണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ അത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇപ്പം ക്യാച്ച് ദ യങ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊടുക്കും. കുട്ടികളെ, സ്കൂൾ വിദ്യാർത്ഥികളെ തന്നെ ആ ഒരു വളരെ ടെൻഡർ സ്റ്റേജിൽ തന്നെ ഒരു ഓറിയന്റേഷൻ കൊടുത്ത് പഠിപ്പിക്കണം, അത് നല്ലതാണ് എന്ന തരത്തിലുള്ള പരിശീലന പദ്ധതികളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് എത്രത്തോളം യൂസ്ഫുൾ ആണ്? അത് ഒരു സജസ്റ്റഡ് മെത്തേഡാണോ എന്ന് സാറിൻ്റെ? അത് എൻ്റെ അഭിപ്രായത്തിൽ സജസ്റ്റഡ് ഒരു UPSCൻ്റെ പരീക്ഷ 8th ക്ലാസ് മുതൽ ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ അഭിപ്രായക്കാരനല്ല.
അല്ല ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ലീഡ് IAS അക്കാഡമി ഞാൻ അതിന് മെൻറ്ററുണ്ട്. അതിന് കുറേ ഒരു ആയിരക്കണക്കിന് കുട്ടികൾ 8th ക്ലാസ് മുതലുള്ള അഡ്മിഷൻ എടുത്തിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഓർത്തു പോകുന്നു, നമ്മൾ ആ സ്കൂളിലും അപ്പോൾ സ്കൂളിൽ നമ്മൾ ആ സമയം നമുക്ക് തിരിച്ചു വരില്ല. ആ സമയത്ത് നമുക്ക് എത്ര UPSC പരീക്ഷ ഇപ്പോൾ 8th ക്ലാസ്സുകാർ എത്ര പഠിച്ചാലും ഇയാളുടെ പരീക്ഷ 15 വർഷം ശേഷമേ തരാൻ പറ്റുള്ളൂ. 15 വർഷം ശേഷം എന്ത് സംഭവിക്കും നമുക്കറിയില്ല. പക്ഷെ ആ ബഹളത്തിൽ ഇയാളുടെ ആ ബാല്യകാലം ഇങ്ങനെ ഒരു 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 അടക്കമില്ലാതെ പോവുകയാണ്. അത് ഇയാളുടെ അന്ന് കുറച്ച് പഠിച്ചിട്ട് ഒക്കെ കുട്ടികളുടെ കൂടെ കളിച്ച് അവരുടെ ആ ഒരു ആ ചെറിയ വയസ്സിൽ അവർക്ക് പരീക്ഷകളിന് വേണ്ടി ചിന്തിക്കാത്ത, അവർക്ക് ജീവിതം ഒരു നല്ല രീതിയിൽ സ്ട്രെസ് ഇല്ലാത്ത ജീവിതം അവർ ജീവിക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ സ്ട്രെസ് എടുക്കാം, നമ്മൾ ഇതിനു വേണ്ടി പഠനം എടുക്കാം, അത് ഡിഗ്രി കഴിഞ്ഞിട്ട് ശേഷം ചെയ്യാമല്ലോ. രണ്ടാമത്തെ കാര്യം, ഈ UPSC പരീക്ഷകൾ പറയുന്നത് ഇത് NCERT 4ാമത്തെ ക്ലാസ് മുതൽ 12th ക്ലാസ് വരെയുള്ള ബുക്കുകളിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ നമ്മളൊരു സ്കൂൾ സമയത്തിന് 8th ക്ലാസ് ആയാലും 9th ക്ലാസ്സിലും നമ്മുടെ പുസ്തകങ്ങൾ നന്നായിട്ട് പഠിച്ചാലും അതിൽ നിന്നായിരിക്കും ഒരു പക്ഷേ അവർ UPSC ചോദ്യങ്ങൾ വരിക. അത് നന്നായിട്ട് പഠിച്ചാലും നമ്മുടെ സ്കൂളിൻ്റെ പഠനം, സ്കൂളിൽ പഠിപ്പിക്കുന്ന എല്ലാ സബ്ജക്റ്റും നമ്മൾ നന്നായിട്ട് പഠിച്ചാലും അതും ഒരു UPSC പരീക്ഷേൻ്റെ തയ്യാറെടുപ്പായിട്ട് എടുത്താൽ മതിയെന്ന്. അത് അല്ലാതെ UPSC വേണ്ടി അവർ പഠിക്കാൻ തുടങ്ങിയെന്ന് പറയാം. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നോട്ടുകൾ മഗപ്പ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ കാണാതെ പഠിക്കുന്നതോ ആ ഒരു ആംഗിളിലല്ല UPSC ഒരു എക്സാം. അന്നേരം അതിലെല്ലാം ഉപരി ഒരു അനലിറ്റിക്കൽ ഒരു സ്കില്ല് ഉണ്ടാകുവാനായിട്ടും അതോടൊപ്പം തന്നെ ഇപ്പോൾ സാറിൻ്റെ ഒരു ജീവിതം ഞങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ സാധിക്കുന്നത്, അങ്ങയുടെ പിതാവിനെ സംബന്ധിച്ചുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു, അമ്മയുടെ പിതാവ് ഒരു പോലീസ് ഓഫീസറായിരുന്നു. അന്നേരം വീട്ടിൽ നിന്ന് തന്നെ അല്ലെ ഒരു ടെൻഡർ ഏജിൽ തന്നെ ഒരു പോലീസ് ഒരു അവരുടെ പ്രവർത്തികളെക്കുറിച്ചും ഒരു മനസ്സിലൊരു ആഗ്രഹമുണ്ടായി. അതോടൊപ്പം വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് പഠിച്ചു. ഇന്ന് ഈ കുട്ടികൾക്ക് ഈ ഒരു സിവിൽ സർവീസ് അല്ലെങ്കിൽ ഒരു IAS IPS ആസ്പിരൻസിനെ സംബന്ധിച്ചുള്ള അത്തരത്തിലൊരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഒരു ഡ്രൈവ് കുറവാണെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? പാഷൻ വേണം ഏത് കാര്യത്തിലും. UPSC പരീക്ഷ ആയാലും അവർക്ക് IIT പരീക്ഷ ആയാലും ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാഷനുള്ള ആൾക്ക് മാത്രമേ സെലക്ഷൻ കിട്ടുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ തന്നെ ഒരു ഏകദേശം 60 ലക്ഷം 70 ലക്ഷം ആളുകളാണ് ഡോക്ടർ പരീക്ഷ എഴുതുന്നത്. 80 ലക്ഷം ആളുകൾ 90 lakhs പരീക്ഷ കുട്ടികൾ എഞ്ചിനീയർമാരാണ് JEE പരീക്ഷ എഴുതുന്നത്. UPSC പരീക്ഷ 20 ലക്ഷം ആളുകൾ UPSC പരീക്ഷ എഴുതുന്നു. പക്ഷേ എത്ര സീറ്റുകൾ? UPSC പരീക്ഷ ആകെ 1000 സീറ്റേ ഉള്ളൂ. നീറ്റ് പരീക്ഷ ആണെങ്കിലും JEE പരീക്ഷ ആണെങ്കിലും ടോപ്പ് 3000 വന്നാലേ അതിന് കാര്യമുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ആളുകൾ പാസ്സാവുന്നവർ അത് അവർ ഒരു പാഷനായിട്ട് വളരെ അവരുടെ ജീവിതത്തിൽ എനിക്ക് അത് പാസ്സാവണം, ആ ഒരു വിചാരം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് പരീക്ഷ ഉണ്ടെങ്കിലും പാസ്സാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ പരീക്ഷകളും എഴുതുന്നുണ്ട്, എല്ലാം പാസ്സാവുന്നില്ല. ഒരു പക്ഷേ അവരുടെ ആ പാഷൻ, അവരുടെ ആ ഹാർഡ് വർക്ക്, അവർക്ക് ഈ ചിലപ്പോൾ ഈ പഠനത്തിൻ്റെ തയ്യാറെടുപ്പ് അത്രയും നല്ല രീതിയിലായിരിക്കാം. അതുപോലെ ഈ ഒരു സിവിൽ സർവീസ് അസ്പിരൻസിന് സാറിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? അതായത് ഇതിൻ്റെ പ്രിപ്പറേഷൻ ആണെങ്കിലും ശരി, എത്ര മണിക്കൂർ അവർ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം, അതല്ലെങ്കിൽ അവർ എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്ന തരത്തിലൊരു ഉപദേശം? ഇതിനകത്ത് ഈ കണ്ടിന്യൂറ്റിയാണ് ആവശ്യം, കൂടുതൽ പഠനമല്ല. അപ്പോൾ നമ്മൾ 2 വർഷത്തിൻ്റെ നമ്മുടെ ഉദാഹരണത്തിൽ അടുത്ത വർഷം മുതൽ ജനുവരി മുതൽ ഞാൻ അടുത്ത വർഷം പരീക്ഷ എഴുതാൻ പോകുന്നത് 2026 2027 ഞാൻ UPSC പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കും. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ ഈ വർഷത്തിൽ എടുക്കുന്നതായിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു 6-7 മണിക്കൂർ ഈ കാര്യത്തിന് മാത്രം ദിവസേന പഠിച്ചാൽ മതി. പക്ഷെ 7 മണിക്കൂർ ദിവസം പഠിച്ചിരിക്കണം. അതിനകത്ത് ഒരു UPSC നമ്മൾ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് 20 മണിക്കൂർ പഠിച്ചിട്ട് കാര്യമില്ല. ഇറ്റ് ഹാസ് ടു ബി കണ്ടിന്യൂഡ് എഫേർട്ട്. നിരന്തരമായ ശ്രമമാണ് UPSC വേണ്ടത്. കുറച്ച് സമയത്തിലേക്ക് ഞാൻ പറഞ്ഞു 2 വർഷം.
ഒന്നാമത്തെ വർഷത്തിൽ ചിലപ്പോൾ സെലക്ഷൻ കിട്ടിയാൽ പിന്നെ രണ്ടാമത്തെ വർഷത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അത് അവിടെ കാര്യം. 2 വർഷത്തിൽ നമ്മൾ സീരിയസ് ആണെങ്കിൽ ഇത് നിരന്തരമായിട്ട് ഒരു 6, 7, 8 മണിക്കൂർ നമ്മൾ ദിവസേന പഠിച്ചാൽ 24 മണിക്കൂറിൽ പഠിച്ചാൽ അത് മതി, അത് നമുക്ക് ഗുണം ചെയ്യും. പിന്നെ ഡിസ്കഷൻസ് ആണ് വേണ്ടത്. ഇപ്പോൾ പഠനം മാത്രമില്ല. ഇപ്പോൾ പുതിയ സയൻസ് പറയുന്നത് പഠിച്ചിട്ട് നമുക്ക് നോളേജ് കിട്ടുന്നത് 7%, 3% കൊണ്ട് മാത്രമേ ഉള്ളൂ. 93% നമുക്ക് നോളേജ് കിട്ടണമെങ്കിൽ നമ്മൾ കേൾക്കണം. ഒരു 90%, 3%മാണ് ഇത് നമ്മൾ വായിക്കുക. പിന്നെ ബാക്കി 7%മാണ് നമ്മൾ കാണുക. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ TV കാണുന്നു, നമ്മൾ വേറെ എന്തെങ്കിലും കാണും, അതുപോലും നമ്മൾ നോളേജ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദ ബെസ്റ്റ് ഈസ് കേൾക്കുക. അപ്പോൾ അതിനു വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഗ്രൂപ്പിൽ നമ്മൾ ദിവസേന ചർച്ചകൾ ചെയ്യുക. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറയണം. ബാക്കി നമ്മുടെ സുഹൃത്തുക്കൾ, അതായത് എല്ലാ സിവിൽ സർവീസിൻ്റെ തയ്യാറെടുപ്പ് എടുക്കാനുള്ള ആളുകളാണെന്ന് വിചാരിക്കുക. അവർ അവരുടെ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അങ്ങനെ ഡിസ്കഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ ഈ UPSCൻ്റെ സിലബസ് എന്ന് പറയുന്നത്, UPSCയുടെ ഏത് സിലബസ് നോക്കിയാലും വളരെ കുറച്ച് ലൈനുകൾ മാത്രമേ എഴുതിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാര്യമൊന്നുമില്ല. പക്ഷേ അവർക്ക് ഈ ലോകത്തിൻ്റെ ഈ ആകാശത്തിന് താഴെ എന്തു വേണമെങ്കിലും ചോദിക്കാം. വിശാലമായ സബ്ജക്ട്സാണ്. അപ്പോൾ നിരന്തരമായിട്ട് ചർച്ച ചെയ്തിട്ടേ ഇത് കവർ ചെയ്യാൻ പറ്റൂ. സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ വിവിധ തരത്തിലുള്ള പലതരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടികളും നേതാക്കന്മാരും മാറി വരുമെങ്കിലും ഈ സിവിൽ സർവീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവുകൾ ഒരു പെർമനൻ്റ് ആയിരിക്കും. അവരാണ് ശരിക്കും ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അന്നേരം സിവിൽ സർവീസ് ഓഫീസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സാർ ഇപ്പോൾ സംസാരിച്ച പോലെ ആകാശത്തിന് കീഴിലുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അവർക്ക് അവധാനമുണ്ട്, അവർക്ക് നന്നായി സംസാരിക്കാനും പറ്റും. അന്നേരം അങ്ങനെ വളരെ ജുഡീഷ്യലായിട്ട് വളരെ ഉന്നത പദവി വഹിക്കുന്ന അത്തരം ഓഫീസേഴ്സ് രാഷ്ട്രീയ കാര്യങ്ങളിൽ അവർ അഭിപ്രായം പറയുക, അല്ലെങ്കിൽ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുക, സംസാരിക്കുക എന്നതിനെ സാറിന് എത്രത്തോളം സാർ അതിനെ അനുകൂലിക്കും? സിവിൽ സർവീസ് നിയന്ത്രിക്കാനുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഓൾ ഇന്ത്യ സർവീസ് കണ്ടക്ട് റൂൾസ് ഉണ്ട്. അങ്ങനെ തോന്നുന്ന പോലെ ആർക്കും സംസാരിക്കാൻ പാടില്ല. ഏതോ ഒരു പൈസയ്ക്ക് വേണ്ടി ഏതോ ഒരു സ്ഥലത്തിൽ നമുക്ക് ഒരു പരിപാടിക്ക് വേണ്ടി പങ്കെടുക്കാൻ പാടില്ല. സർക്കാർ ജോലി അല്ലാത്ത ഇവിടെ ഒരു ഫംഗ്ഷനിലും നമ്മുടെ ഒരു പ്രൈവറ്റ് ഫംഗ്ഷനിലും നമ്മൾ പോയി പങ്കെടുക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റിട്ടേൺ പെർമിഷൻ വേണം. അപ്പോൾ ഇതിനകത്ത് നിയമങ്ങൾ ഓൾ ഇന്ത്യ സർവീസ് കണ്ടക്ട് റൂളിലുമുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഈ കുറേ ഓഫീസർമാരെ നമ്മൾ സസ്പെൻഡ് ചെയ്യുന്നത്. അന്ന് ഈ റൂൾ ഉണ്ടാകുമ്പോൾ 1968 അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ശല്യമൊന്നുമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ശല്യമുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്. ആണെങ്കിലും നമുക്ക് നമ്മുടെ അഭിപ്രായമൊന്നും എഴുതാൻ പാടില്ല. അത് ഒരു അച്ചടക്കത്തിൻ്റെ വിരുദ്ധമാണ്. ഇവർ ആരും പറഞ്ഞാണെങ്കിലും നമുക്ക് ആക്ച്വലി ഞങ്ങളൊക്കെ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഒരു ഫേസ്ബുക്കിൻ്റെ ഒക്കെ ഞങ്ങൾ മെമ്പർ പോലും ഇല്ലായിരുന്നു ഞങ്ങൾ. കാരണം ഉണ്ടായാൽ കാര്യമൊന്നുമില്ല, നമുക്ക് ഒന്നും മിണ്ടാതെ നമുക്ക് ഒന്നും പറയാൻ പാടില്ല. സോ വി ഷുഡ് നോട്ട് ബി ദി ഓഫീസേഴ്സ്. അവർക്ക് പേജൊക്കെ വേണമെങ്കിൽ എനിക്ക് തോന്നുന്ന പോലീസിലോ ഒക്കെ ചില വിഭാഗങ്ങളിലെ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ എടുത്തിട്ട് വേണം ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ മെമ്പറാക്കാൻ വേണ്ടി. അപ്പോൾ സർവീസ് കണ്ടക്ട് റൂൾസ് മസ്റ്റ് ബി ഫോളോഡ്. ഇന്ന് IAS ഓഫീസേഴ്സ് സർക്കാരിനെ പുകഴ്ത്തുന്നത് പോട്ടെ, ഇന്ന് ചെറിയ നേതാക്കന്മാരെ, പൊളിറ്റിക്കൽ നേതാക്കന്മാരെ പോലും പബ്ലിക്കലി അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരെ പ്രൊമോട്ട് ചെയ്യുകയും അവരെ പുകഴ്ത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്നു, അതിനെ ന്യായീകരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ എല്ലാ സിവിൽ സർവീസ് ഓഫീസേഴ്സിനും അവർക്ക് സ്വന്തമായിട്ടും ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവാം, ഏതെങ്കിലും ജാതിമത പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടാവാം. അന്നേരം അവരെല്ലാം ഇതുപോലെ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ഓപ്പൺ കമന്റുകളുമായി പബ്ലിക്കിലേക്ക് വന്നാൽ എത്രത്തോളം ഇതൊരു സർക്കാരിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ റിട്ടയർമെന്റിന് മുമ്പ് നമ്മുടെ പേഴ്സണൽ അഭിപ്രായത്തിൻ്റെ ഒരു അടിസ്ഥാനവും ഇല്ല, പറയാൻ പാടില്ല. അത്രേ ഉള്ളൂ കാര്യം. ഗവൺമെൻറ് നമ്മളോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ അത് എത്രത്തോളം ഗവൺമെൻറ്റിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ആ കാര്യങ്ങൾ ആണ്. നമ്മളെല്ലാം ഇരിക്കുന്നത് ജനങ്ങളുടെ ഹിതങ്ങൾക്ക് വേണ്ടിയാണ്. നാട്ടുകാർ, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് ഈ സർക്കാരിൻ്റെ ഇന്ത്യ രാജ്യത്ത് 5000 IASകാരുണ്ട്, 5000 IPSകാരുണ്ട്. അവർക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓരോരോ സ്റ്റേറ്റിൽ അവർ അയച്ചിരിക്കുന്നത് അവിടുത്തെ നാട്ടുകാരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ്. അത് എത്രത്തോളം നമുക്ക് ശരിയാണെങ്കിൽ ആ കാര്യം മാത്രം നമ്മൾ ചെയ്യുക. ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് അവരുടെ
ഹിതങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാതെ ഇരിക്കുക. അതിന് നമ്മൾ എന്തൊരു ബുദ്ധിമുട്ടുകളോ പോലെ ഇതിൻ്റെ പേര് ഉണ്ടാവുകയാണെങ്കിലും അത് പിന്നെ ഈ നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. അത് നമ്മൾ അത് സഹിക്കണം, അത്രേ ഉള്ളൂ. അന്നേരം സാറിൻ്റെ ഒരു അഭിപ്രായം, സിവിൽ സർവൻസ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്നും അല്ലെ പേഴ്സണൽ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് തന്നെയാണ് സാറിൻ്റെ ഒരു അഭിപ്രായം? 100%. നമ്മുടെ ഒരു സിവിൽ സർവീസുകാർക്ക് ഒരു രാഷ്ട്രീയമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇയാൾ രാജിവെച്ചിട്ട് വേണം ഇതൊക്കെ എല്ലാം ചെയ്യാൻ. അതൊക്കെ ചെയ്യട്ടെ, ഏതൊരു പാർട്ടിയിൽ ഇയാൾ ചേർക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. ബട്ട് ഫസ്റ്റ് ഹി മസ്റ്റ് റിസൈൻ ഫ്രം ഹി ഓർ ഷീ മസ്റ്റ് റിസൈൻ ആൻഡ് ദെൻ ഓൺലി ദോ. സർവീസിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചാഞ്ചല്യം പാടില്ല. സാറിൻ്റെ വിലപ്പെട്ട സമയം ഇത്രയും നേരം ഞങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തു. സാറിൻ്റെ അറിവുകൾ പങ്കുവെച്ചതിന് i2 ന്യൂസിൻ്റെ പ്രേക്ഷകരുടെ നാമത്തിൽ ഞാൻ സാറിന് നന്ദി പറയുന്നു. i2 News, an eye for truth. i2 ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.